മാഡം ക്ഷമിക്കണം. ഞാൻ ഒരു കടുംപിടുത്തക്കാരനൊന്നുമല്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്നെ ഇങ്ങനെ ആക്കിയതാണ്. ഇദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്താതെ ഇതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൊന്നുമോളെ കിട്ടിയല്ലോ. എന്റെ മക്കളെ രണ്ടിനും ഒരു കുഴപ്പം കൂടാതെ കിട്ടിയല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി. മക്കളെ 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 ഒന്നുമില്ലടാ, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കരയല്ലേ കരയല്ലേ. ഞങ്ങള് രണ്ടുപേരും ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ശാരദാമ്മ. സാരമില്ല, പോട്ടെ. മക്കളെ അവിടെ നിന്ന് കൊണ്ടുവന്നല്ലോ. അവരെ നമുക്കേ പോലീസുകാരെ കൊണ്ട് ഇടിപ്പിക്കാം. മക്കള് വല്ലാതെ പേടിച്ചിരിക്കുക. അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോളൂ. എന്നിട്ട് നമുക്ക് സാവധാനം കാര്യങ്ങളൊക്കെ തിരക്കാം. ആ വാ മോളെ. ശ്യാമേ, മക്കളെ അകത്തേക്ക് കൊണ്ടുപോ. മോനെ, ശാലിനി എവിടെ? ശാലിനി രോഹിത്തും കൂടി അച്ഛനെ കൊണ്ടുവിടാൻ പോയിരിക്കുക. സത്യം അറിഞ്ഞുകൊണ്ടായിരുന്നു അച്ഛൻ വന്നത്. അതിനെന്തായാലും സാധ്യത കുറവാ. എന്തായാലും ഇപ്പൊ അവര് വീട്ടിൽ പോകുന്നുണ്ടല്ലോ, പോയിട്ട് വരട്ടെ. മക്കളെ, നിങ്ങളെ അവർ ഉപദ്രവിക്കൊന്നും ചെയ്തില്ലല്ലോ? വഴക്കു പറയോ തല്ലോ ഒന്നും ചെയ്തില്ലല്ലോ? എന്റെ പൊന്ന് ശ്യാമേ, അല്ലാതെ തന്നെ മക്കള് ഭയന്നിരിക്കുക. ഇനി നീയായിട്ട് ഓരോന്ന് പറഞ്ഞ് അവരെ ഒന്നുകൂടി പേടിപ്പിക്കല്ലേ. കഴിഞ്ഞതൊക്കെ ഒന്ന് മറക്കാൻ 1-2 ദിവസം എടുക്കൂടി. അതെ, കുട്ടികളെങ്ങനെ നിർത്തി വിഷമിപ്പിക്കാതെ ശ്യാമ അവരെ അകത്തേക്ക് കൊണ്ടുപോവാ. വാ മക്കളെ. മക്കളെ ചെല്ല്. പിള്ളേർക്ക് ആ പഴയ പ്രസരിപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും അവർക്ക് ആ ഭയം വിട്ട് മാറിയിട്ടില്ല. മോനെ, ഡോക്ടറെ കാണിക്കണോ? ഏയ്, അതൊന്നും കുഴപ്പമില്ല, അത് മാറിക്കോളും. ഒരു കാടിനകത്തുള്ള കെട്ടിടത്തിലായിരുന്നു കുട്ടികളെ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ആ സ്ഥലത്തേക്ക് ആരും എത്തിപ്പെടില്ല എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. പക്ഷെ അവളുടെ പദ്ധതികളെല്ലാം നമ്മൾ പൊളിച്ചടക്കിയല്ലോ. അവളെ ആദ്യം പിടിച്ചകത്തിടേണ്ടത്. എത്ര നാൾ കഴിഞ്ഞാലും അവളിങ്ങനെ ദ്രോഹം ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു മടുപ്പ് അവക്ക് വരുന്നില്ലേ? അതൊരു പ്രത്യേക ജന്മശാല തന്നെ. നമ്മളെല്ലാവരും സ്വസ്ഥവും സമാധാനം ആഗ്രഹിക്കുന്നവരാ. പക്ഷെ അവൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ ഏതെല്ലാം രീതിയിൽ ദ്രോഹിക്കാന്ന, അതിലൂടെ എങ്ങനെ സന്തോഷം കണ്ടെത്താന്നു. ഇവിടെയൊക്കെ നിലക്കീർത്ത നിയമം നോക്കിയിട്ട് കാര്യമില്ല. നല്ല തെരണ്ടിവാല സംഘടിപ്പിച്ച് അതുകൊണ്ട് നല്ല പെട കൊടുക്കണം. ഇനി ഇതുപോലെ മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് രംഗത്തിറങ്ങുമ്പോ ഈ അടിയുടെ പാട് കണ്ട് പിന്തിരിയുന്ന രീതിയിൽ അടിക്കണം. കുട്ടികളൊക്കെ ദ്രോഹിക്കാൻ പ്ലാൻ ചെയ്യുന്നവളൊക്കെ ഇതുപോലെ തന്നെ പെരുമാറണം. ശരിയാ, അങ്ങനെ തന്നെയാ വേണ്ടത്. മോൻ വാ, ഞാൻ ചായ എടുക്കാം.